അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉംറത്ത് പോകണമെങ്കിൽ ഒരാളൊട്ടി നിങ്ങൾക്ക് ഇന്നാലൊട്ടി അർസമുണ്ടല്ലോ, അതുകൊണ്ട് അയാളൊട്ടി മാഫിൽ ഇട്ടിട്ട് പിരിസാക്കിയിട്ട് പോകണം ചെന്നപ്പോൾ അയാൾ ചെന്നൊരു പഴക്കം നോക്കാണ്ട് ഞാൻ ഭാര്യ അത്ഭുതപ്പെട്ടെങ്കിൽ വിചിത്രമായൊരു പഴക്കമാണ്. കാരണം ഉംറത്ത് പോകുമ്പോൾ മനുഷ്യന്മാരെ ഹക്കടപാടുകളിൽ നിന്നെല്ലാം അതെല്ലാം കൊടുത്തിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് അങ്ങനെ കൊണ്ടതാണ് ഖൈർ. അങ്ങനെ പോകുമ്പോഴാണ് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുക. അങ്ങനെ നോക്കാൻ ചെന്നപ്പോൾ ഒരിക്കലും മറക്കാത്ത എനിക്കത്തെ വിചിത്ര പലക്കായിട്ട് തോന്നിയിട്ട് ചില ആൾമാർ കർമ്മങ്ങൾ ചെമ്മാക്കട ഇബാദത്തുകൾ, പക്ഷേ മനസ്സ് സമ്മതിക്കില്ല. ചെമ്മാൽമാരൊട്ടി അർസയിക്കത് പൊരുത്തപ്പെടിക്കാണ്ട് പോകണ്ടേ. ഉംറണ്ടല്ല ഏത് കർമ്മങ്ങളായാലും ഇബാദത്തുകൾ ധാരാളമാണ്. അതേസമയത്ത് ആൾമാരൊട്ടിയുള്ള ഇടപാടും കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല എന്ന് ചെല്ലുമ്പോൾ അത് ഏറ്റവും വലിയ മുസീബത്താണ്. അപ്പോൾ ഉംറത്തെ ടിക്കറ്റും വിസ കിട്ടിയിട്ടും ചെന്നെങ്കിൽ അതെന്തോ സ്വർഗത്ത് ടിക്കറ്റ് കിട്ടിയ പോലെ ചെന്ന് വിചാരിച്ചെങ്കിൽ ആൾമാരിക്കുവാറ് അതൊന്നും സമമല്ല. യഥാർത്ഥത്തിൽ മനസ്സ് സമാവണം. ഒരാളിലൊട്ടിയ ഒരു നഞ്ചി പക ചതി ഇല്ലാണ്ടിക്കുന്നതാണ് എൻ്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുള്ള കാരണം. ബഹുമാനപ്പെട്ട ഇമാം ഷംസുദ്ദീൻ സഫീരി റഹിമഹുല്ലാഹ് സുഹൈദ് ഇമാമിന്റെ ശിഷ്യനാണ്. അയാൾ അൽ മജാലിസുൽ വഅദിയ ഫീ ശറഹി അഹാദീഥി ഖൈറിൽ ബരിയ മിൻ സഹീഹ് ഇമാമുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുയുടെ സഹീഹിൽ വന്ന ഹദീസ് അതിന്റെ വ്യാഖ്യാനം ചൊല്ല അൽ മജ്ലിസുൽ ഇശ്റൂൻ വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി. ഈ ഹദീസ് വിശദീകരിക്കുന്നവരാണ്. അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്ത് ചൊല്ലു. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് തങ്ങൾ ചെന്ന് നന്നൊട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, യാ ബുനയ്യ, കുഞ്ഞുമോനെ വിളിച്ചിട്ട് ചൊല്ലു, ഇനിസ്തതഅത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഫഅൽ. എല്ലാ ഹദീസിലെ കിതാബുകളിൽ ഇതുണ്ട്. ഇത് വിശദമായി ഇതിൽ ചർച്ചയാക്കിക്കൊണ്ടുണ്ട്. ഓ എൻ്റെ കുഞ്ഞുമോനെ, നിക്ക് സുബഹിയാവുമോ അസറാവുമോ സാധ്യാവുമുണ്ടായി നിന്റെ കൽബിൽ ഒരാളിലൊട്ടി ചതിയില്ല, പകയില്ല, നഞ്ചിയില്ല. ആ രൂപത്തിൽ നല്ല ഫ്രീ ആയ ഖാലിസായ നല്ല കൽബോടെ നിക്ക് പോകാവുന്നുണ്ടായി ഫഫഅൽ. അങ്ങനെയാണ് നീ ആക്കണായി. ഇബാദത്തുകളെ ലോഡ് കെട്ടലാക്കൊന്നുണ്ടില്ല, തെല്ലുമയ്യാവും, പക്ഷേ ഹൃദയം ശുദ്ധിയാവണം. അങ്ങനെ ആക്കുക അവരുണ്ടെങ്കിൽ യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി, അത് എൻ്റെ സുന്നത്താണ്. ഒമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ഒരാൾ എൻ്റെ സുന്നത്തിനെ പിർസാക്കിയാണ്ടെങ്കിൽ അവൻ എൻ്റെ പിർസാക്കിയ പോലെയാണ്. ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ഒരാൾ എൻ്റെ പിർസാക്കിയെങ്കിൽ നൻ്റെ ഒട്ടിಗೆ സ്വർഗത്തിലിരിക്കും പോലെയാണ്, സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിലെ അടയാളാണ് നൻ്റെ കൽബിൽ ഒരാളിലൊട്ടിയ അസൂയയില്ല, പകയില്ല, അർസയില്ല. ഇനി ആരൊട്ടിയ അർസയില്ലെങ്കിലും ഒർക്ക മനുഷ്യരില്ലേ അർസവർ ആ സ്പോട്ടിൽ അതിലെ സമാക്കിയിട്ട് പിർസാക്കിയിട്ട് നല്ല റാഹത്തിൽ വേണം. കൽബ് എപ്പോഴും ഫ്രീ ആവും. കൽബിൽ ഒരു ഭാരയ്ക്ക് ഊതിയില്ല എങ്കിൽ നമുക്ക് നല്ല ആരോഗ്യവന്തനായി ആളായിട്ട് ജീവിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.